പ്യൂർ വെജിറ്റേറിയൻ AC റെസ്റ്റോറൻറ്റ്, ഒരു സ്ത്രീ ശാക്തീകരണ സംരംഭം. ദി ട്രിവാൻഡ്രം ഹോട്ടൽ സ്ഥാപിതം 1934 സ്ഥാപിതമായ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള ഒരു എന്താ പറയുക, ഇച്ചിരി പഴമയുള്ളൊരു ഹോട്ടലാണ് ഇത്. നമുക്ക് മെല്ലെ അവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാം. പത്മ കഫേ പ്യൂർ വെജിറ്റേറിയൻ AC റെസ്റ്റോറൻറ്റ്. ട്രഡീഷണൽ കേരള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മീൽസ്, ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഡിഷസ്, ടീ, കോഫി, ജ്യൂസ്, ഐസ്ക്രീം, സ്നാക്സ്, സാവറൈസ്, AC റൂംസ്, ബാങ്കറ്റ് ഹാൾസ്. വിമൻ എംപവർമെൻറ്റ് പ്രോജക്റ്റാണ്, ഒരു സ്ത്രീ ശാക്തീകരണ പ്രോജക്റ്റാണിത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയിൽ നേരിയ വർധനവ് വരുത്തുവാൻ നിർബന്ധിതമായിരിക്കുന്നു. പാരമ്പര്യ തനിമ കാത്തു സൂക്ഷിക്കുന്ന പത്മ കഫേ പ്രോത്സാഹിപ്പിക്കുന്ന മാന്യ ഉപഭോക്താക്കളുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. 1/10/2023 പ്രാബല്യം. അപ്പോൾ പൂർണ്ണമായി സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ത്രീ ശാക്തീകരണ സംഭവമാണ് ഈ പാചകശാല. ഉള്ളിലെ സ്റ്റാഫ് വേറെ ഇട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന സ്നാക്സാണ് ഇവിടെ. ആ പുരുഷന്മാരും ഒപ്പം ഉണ്ട്. ഇത് ഹോട്ടലിൻ്റെ എൻട്രി, റിസപ്ഷൻ. In 2024, under the guiding spirit of Bharata Kesari, Mannathu Padmanabhan, the Renaissance icon of Kerala, the NSS assumed stewardship of the facility. അപ്പം മന്നത്ത് പത്മനാഭൻ്റെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. അതിൻ്റെ ഛായാചിത്രമാണിത്. 1893 Maria Jeswan Nerona, a French lady, gave this building as a nuptial gift to her daughter Jean Miranda and son-in-law Joseph Raymond Dias. This edifice later served the British Empire as an imperial post office. ഛായാചിത്രത്തിലൊരു പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ ചരിത്രം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ സ്റ്റോറി ഓഫ് ട്രിവാൻഡ്രം ഹോട്ടൽ. തിരുവനന്തപുരം ഹോട്ടലിൻ്റെ ചരിത്രം. 1934 V.S. Shankaran Nair inaugurated the Trivandrum Brahmins Hotel. K.C. Pillai, enlightened by his studies under Rabindranath Tagore at Shantiniketan, assumed stewardship, elevating the established to a cultural beacon of the city. ഈ പ്രമുഖ വ്യക്തികളൊക്കെ അപ്സ്റ്റെയറിലാണ് ഓഡിറ്റോറിയം. അപ്പോൾ എൻട്രി ആൻഡ്
റെസ്റ്റോറൻറ്റ് ഇതിന് ഉള്ളിലേക്കാണ്. അപ്പം പുറത്ത് സ്ലൈഡ് ചെയ്താൽ ഇപ്പുറത്ത് ജ്യൂസ് പാർക്കൂടെ, ഫ്രഷ് ജ്യൂസ് ഐസ്ക്രീം പാർക്കുമുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണ പാചകം ചെയ്ത വിഭവങ്ങളാണ് പത്മ കഫേയിലുള്ളത്. ഒരു തവണ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇതാണ് സംഗതി. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തെ പഴയ ഹോട്ടലുകളിൽ ഒന്ന്. അപ്പം ഇത് പത്മ കഫേയുടെ തന്നെ ഒരു ജ്യൂസ് ഷോപ്പാണ്. അപ്പോൾ ചെറിയ വിവരണത്തിൽ നിന്ന് വിടാം. മറ്റൊരു വീഡിയോയുമായി കാണാം.